നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ ആദ്യ പാദത്തിൽ ഇന്നലെ പാരീസിൽ നമ്മൾ കണ്ടത് ഒരു ക്ലാസിക് പോരാട്ടമാണ്. അറ്റാക്കിംഗ് ഫുട്ബോളിൻ്റെ മാസ്മരികത, അതിൻ്റെ ഏറ്റവും പാരമ്പര്യത്തിൽ നമ്മൾ കണ്ടു. പീക്ക് ഓഫ് ഫുട്ബോളാണ് നമ്മൾ അവിടെ കണ്ടതെങ്കിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം ഡിയോഗോ സിമയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡാണ് ആഴ്സണലിനെ നേരിടാൻ ഇറങ്ങുന്നത്. മെട്രോപൊളിറ്റനോയിൽ ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 12:30 നല്ലൊരു പോരാട്ടം കാണാൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. രണ്ട് ടീമിൻ്റെ കോച്ചുമാരും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഡിയേഗോ സിമിയോണി പറയുന്നു, തീർച്ചയായിട്ടും അത്ലറ്റിക്കോ മാഡ്രിഡ് വീണ്ടും സെമി ഫൈനലിലേക്ക് എത്തി എന്നുള്ളത് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ 14 വർഷത്തിനിടക്ക് 4ാം തവണയാണ് ഞങ്ങൾ ഈ നേട്ടത്തിലേക്ക് പോകുന്നത്. അറിയാം, ആഴ്സണൽ ഒരു മികച്ച ടീമാണ്, പക്ഷേ ഞങ്ങൾ വിജയിക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കും. ബട്ട് വി വിൽ ഗോ ഫോർ ഇറ്റ് എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു. അതോടൊപ്പം അദ്ദേഹം പറയുന്നു, UCLൻ്റെ സെമി ഫൈനൽ കളിക്കുക എന്നുള്ളത് ഒരു പ്രഷറാണോ, സമ്മർദ്ദമില്ലെന്ന് ചോദിക്കും. അദ്ദേഹം പറഞ്ഞു, പ്രഷറല്ല, മറിച്ച് ഇതൊരു ഉത്തരവാദിത്വമാണ്, ഒരു ഹ്യൂജ് ഒബ്ജക്റ്റീവാണ് ചാമ്പ്യൻസ് ലീഗ് നേടുക എന്നുള്ളത്. ഇതുവരെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ക്ലബിന് അച്ചീവ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണത്. അത് നേടിയെടുക്കാനായിരിക്കും ശ്രമിക്കുക. ഇൻ ദി എൻഡ് ഇതൊരു ഫുട്ബോൾ മാച്ചാണ്. ഫുട്ബോളേഴ്സ് കളിക്കളത്തിൽ ഇറങ്ങി ഇതിൽ റിസൾട്ട് ഉണ്ടാക്കും. പഴയ ചരിത്രത്തിൽ അർത്ഥമില്ല എന്ന് തന്നെ ഡിയേഗോ സിമിയോണി പറയുന്നു. മറുഭാഗത്ത് വലിയ പ്രതീക്ഷയിലാണ് മൈക്കൽ ആർട്ടിറ്റയും ഉള്ളത്. പക്ഷേ ആർട്ടിറ്റ അതേപോലെ തന്നെ സിമിയോണിയെ താൻ വല്ലാതെ ബഹുമാനിക്കുന്നു എന്ന കാര്യം കൂടി പറയുന്നുണ്ട്. മൈക്കൽ ആർട്ടിറ്റയുടെ വാക്കുകളിലേക്ക്, ആഴ്സണലിൻ്റെ കോച്ചിൻ്റെ വാക്കുകളിലേക്കും അദ്ദേഹം പറയുന്നു, അത്ലറ്റി ഡിഫൻസിൽ മാത്രമല്ലെന്നേ അറ്റാക്കിലും വളരെ സ്ട്രോങ് ആണ്. ദേ ആർ സ്ട്രോങ് അറ്റ് ബോത്ത് എൻഡ്സ്. അല്ലെങ്കിൽ അവർക്ക് UCLൻ്റെ സെമി ഫൈനലിലെത്താൻ പറ്റില്ലല്ലോ. അവരുടെ എനർജി, അവർ ആ സ്റ്റേഡിയത്തിൽ ക്രിയേറ്റ് ചെയ്യുന്ന എനർജി, അത് വളരെ വലുതാണ്. അവർ ഇതിൽ അത്രയധികം വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ ഒരു ഗെയിം ജയിക്കാൻ വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. നല്ല പോരാട്ടമുണ്ടാകും. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് വർക്ക് ഇപ്പോൾ ഡിയേഗോ സിമിയോണി അത്ലറ്റിക്കോ മാഡ്രിഡിൽ ചെയ്തിട്ടുണ്ടെന്നാണ്. നോക്കുക, ഒരു ക്ലബിനെ 15 വർഷക്കാലം പരിശീലിപ്പിച്ച് ട്രാൻസ്ഫോം ചെയ്യുക ചെറിയ കാര്യമല്ല. അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളോട് എനിക്ക് വലിയ ബഹുമാനമാണ്. തീർച്ചയായിട്ടും അവർ ആ ക്ലബിനോട് വലിയ രൂപത്തിൽ കണക്റ്റഡ് ആയിരിക്കും. ഇദ്ദേഹം ശരിക്കും ഒരു റോൾ മോഡലാണ് എന്നുകൂടി ഡിയേഗോ സിമിയോണിയെ വാഴ്ത്തിക്കൊണ്ട് മൈക്കൽ ആർട്ടിറ്റ പറയുന്നു. അതേസമയം ഈ ഒരു ഗെയിമിനെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ഒരിക്കൽ കൂടി സെമി ഫൈനലിലേക്ക് എത്താൻ പറ്റി, അതൊരു പ്രിവിലേജാണ്. 2 വർഷം തുടർച്ചയായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലിലേക്ക് എത്തുക, വാട്ട് ആൻ ഓപ്പർച്യൂണിറ്റി, ആൻഡ് വി ആർ ഗോയിങ് ടു ഗ്രാബ് ഇറ്റ് വിത്ത് ബോത്ത് ഹാൻഡ്സ്. തീർച്ചയായിട്ടും യൂറോപ്പിന് ഞങ്ങൾ കാണിച്ചു കൊടുക്കും. ഏത് ഗ്രൗണ്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഞങ്ങൾ കളിക്കാനുള്ള കേപ്പബിലിറ്റി ഉള്ള ടീമാണെന്ന്. വി ഹാവ് ടു പ്ലേ വിത്ത് ദാറ്റ് കോൺഫിഡൻസ് ആൻഡ് ദാറ്റ് ഡിസയർ എന്ന് മൈക്കൽ ആർട്ടിറ്റ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കോച്ചുമാരും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. തങ്ങളുടേതായിട്ടുള്ള കളി കെട്ടഴിക്കുമെന്ന് പറയുന്നു. ഇന്നൊരു തീപ്പൊരി പോരാട്ടം പ്രതീക്ഷിക്കണം. രണ്ട് ടീമിൻ്റെയും സമീപകാലത്തെ ഫോം ഗേഡ് എടുത്ത് നോക്കിയാൽ പരിതാപകരമാണ്. അത്ലറ്റി അവസാനമായി കളിച്ച 5 കളികളിൽ ഒറ്റ വിജയം മാത്രമേ ഉള്ളൂ, 3 തോൽവിയുടെ സമനിലയാണ്. ആഴ്സണലും അത്ര നല്ലൊരു പാച്ചിലൂടെയല്ല കടന്നു പോകുന്നത്. 5 കളികളിൽ 2 ജയം 2 തോൽവി, ഒരു സമനിലയാണ് അവരുടെയും അവസ്ഥ. അതുകൊണ്ട് ഇന്നത്തെ നിർണായക പോരാട്ടം ജയിച്ചേ പറ്റൂ. ഹെഡ് ഹെഡിൻ്റെ കണക്കെടുത്താൽ ഒരു തവണ ഏറ്റുമുട്ടിയതായിട്ടാണ് ഇപ്പോൾ യുവേഫയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നൽകുന്ന വിവരം. അതിൽ ആഴ്സണൽ ജയിച്ചു. ഗോളടി 4 എണ്ണം ആഴ്സണൽ അടിച്ചു, അത്ലറ്റി 0 സോ അവിടെയൊക്കെ ആധിപത്യമുണ്ട്. അത് പഴഞ്ചൻ കണക്ക്, അത് നോക്കണ്ട. ഇന്ന് രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ മെട്രോപൊളിറ്റനോയിൽ എന്ത് സംഭവിക്കും, കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.